good evening all. കെമിസ്ട്രിയുടെ ബ്രിഡ്ജ് കോഴ്സ് ഇതിൽ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ കാര്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സിലബസ് ആണ്. 8ാം ക്ലാസ്സിൽ എന്താണ് പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള 2 ക്ലാസ്സുകളിലൂടെ ചില ചാപ്റ്ററുകൾ നമുക്ക് അറിയാം, നമുക്ക് കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് 8ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ 9ലും 10ലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ ക്ലബ് ചെയ്ത് പോകും. 8ൽ മാത്രം പഠിച്ച് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ ടോപ്പിക്കാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന്. ഇവിടെ നോക്കുന്ന സമയത്ത് കെമിസ്ട്രി എന്നുള്ള സാധനം നമ്മൾ 8ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് ആയിരുന്നു. 8ാം ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസ് ആണ് പഠിച്ചത്. ആ ബേസിക് സയൻസിൽ ഇവിടെ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ ആ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ കെമിസ്ട്രി ചാപ്റ്റർ മാത്രമായിട്ട് ഇങ്ങോട്ട് മാറ്റിയെടുത്തതാണ്. കുറച്ച് 3-4 ചാപ്റ്റർ എനിക്ക് കിട്ടി കെമിസ്ട്രി എന്ന് പറയാവുന്നത്. ബാക്കി ഫിസിക്സും ബയോളജിക്കും ആയിരുന്നു. അപ്പൊ കെമിസ്ട്രി എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ കൊടുക്കുന്നത്. ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് the properties, composition, structure of elements and compounds. ഇനി ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ്, കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് എലമെന്റ്സിനും കോമ്പൗണ്ട്സിനും. അതിന്റെ സൈസ്, മാസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കോമ്പോസിഷൻ, the smallest particle is an atom, then atoms do combine to form molecules, different atoms do combine from compounds. ഇങ്ങനെ കുറെ ആറ്റം, മോളിക്യൂൾ, കോമ്പൗണ്ട് ഇതൊക്കെ പഠിച്ചു. അതിനുശേഷം ഇതിന്റെ ചേഞ്ചസ്, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഒരു ആറ്റം എങ്ങനെ മറ്റൊന്നായി മാറുന്നു, അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എങ്ങനെ ഉണ്ടാവുന്നു. ഇനി കോമ്പൗണ്ട്സ് ഉണ്ടായാൽ തന്നെ കോമ്പൗണ്ട്സ് നമ്മൾ ഇന്റർചേഞ്ച് എങ്ങനെയാണ്, അതുപോലെ അതിനകത്ത് എനർജി ഉണ്ട്. കുറെ ചിലപ്പോൾ എനർജി അബ്സോർബ് ചെയ്യും, ചിലപ്പോൾ എനർജി റിലീസ് ചെയ്യും. ഈ എനർജി അബ്സോർബ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ പല സ്ഥലത്തായിട്ട്, അല്ലേ? അപ്പോ ഇനി 8ാം ക്ലാസ്സിൽ എന്താ ഉണ്ടായിരുന്നത്? 8ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഒന്ന് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനെ കുറിച്ച് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഒരു ടോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലാതെ പിന്നെ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററാണ്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ കഴിഞ്ഞിട്ട് ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ്, എന്തൊക്കെ പാർട്ടിക്കിൾസ് ആണ് ഒരു മാറ്ററിലുള്ളത്, ഹൗ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, എങ്ങനെയാണ് ഒരു മാറ്റർ ഉണ്ടാക്കിയത്. അതുപോലെ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, മെറ്റൽസ് പഠിച്ചിട്ടുണ്ട്. ഇതില് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്താണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താ മാറ്റർ? ദ്രവ്യം എന്നാണ് മലയാളം പഠിച്ചിട്ടുള്ളത്. ദ്രവ്യം എന്നാൽ എന്ത്, അല്ലെങ്കിൽ ഒരു ദ്രവ്യം എന്ന് പറയുന്ന സാധനത്തെ, മാറ്റർ എന്ന് പറയുന്ന സാധനത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക, അതിനെങ്ങനെയാണ് നിർവചനം കൊടുക്കാൻ പറ്റുക? ഇപ്പൊ നിർവചനം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കുക. മാറ്റർ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ്, നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ ആൻഡ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ സെൻസസ്. ആദ്യത്തെ 2 വാക്കുകൾ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. എനിത്തിങ് ദാറ്റ് ഹാസ് മാസ്, നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ ആൻഡ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ സെൻസസ്. എന്ന് വെച്ചാല് മാസ് ഉണ്ടായിരിക്കണം, ഒരു ഫിക്സഡ് മാസ് അതിനുണ്ടാവും. അതുപോലെ അത് വെക്കാൻ ഒരു സ്ഥലം വേണം, നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. ഒരു മാറ്റർ ആണെങ്കിൽ അത് വെക്കാൻ ഒരു സ്ഥലം വേണം. അതുപോലെ നമുക്ക് സെൻസസ്, എന്തൊക്കെയാണ് സെൻസസ്? ഒരു 5 സെൻസസ് ഉണ്ടല്ലോ, ഒരാൾ പറഞ്ഞത്. വിച്ച് ഓൾ ആർ ദ ഡിഫറെന്റ് സെൻസസ് ദാറ്റ് വി ഹാവ്? എന്താ സെൻസസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെയാണ് സെൻസസ് വരിക? വിഷൻ ഒരു സെൻസ് അല്ലേ? വിഷ്വൽ, ഓഡിറ്ററി. വിഷ്വൽ സെൻസ് ഉണ്ട്. അതുപോലെ ഹിയറിംഗ് സെൻസ്, നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും, ഹിയറിംഗ് സെൻസ് ഉണ്ട്. ടച്ച് ഇല്ലേ? ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത്. സ്മെല്ലില്ലേ? സ്മെല്ല് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഏതാണ് ഒരെണ്ണം വിട്ടുപോയത്? വിഷൻ, ഹിയറിംഗ്, ടച്ച്, അതുപോലെ സ്മെല്ല്, പിന്നെ ടേസ്റ്റ്. ഇങ്ങനെ 5 സെൻസ് ആണ് നമുക്കുള്ളത്. ഈ 5 സെൻസ് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യാം. അപ്പോ നോക്കിക്കഴിഞ്ഞാല് എക്സാമ്പിൾസ്, മാറ്ററിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസില് നമ്മൾ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതി നോക്കാം. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? മാറ്ററിന് 2 എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ആരും ഒരാൾ പറഞ്ഞു, മാറ്റർ ഒരു എക്സാമ്പിൾ.
പെൻ ഒരു എക്സാമ്പിൾ ആണോ? അല്ലേ? പെൻ ഒരു എക്സാമ്പിൾ ആണ്. ഒരു ട്രീ ഒരു എക്സാമ്പിൾ ആണോ? ട്രീ ഒരു എക്സാമ്പിൾ ആണ്. റോക്ക് ഒരു എക്സാമ്പിൾ ആണ്. എയർ എക്സാമ്പിൾ ആണോ? അപ്പൊ നമുക്ക് സാധനങ്ങൾ എക്സാമ്പിൾസ് ആണ്. പക്ഷേ ഞാൻ വേറെന്തെങ്കിലും ഒരു സാധനം പറയുന്നു, ആങ്കർ, ലവ്, കെയർ, ഇതൊക്കെ മാറ്റർ ആണോ? അല്ല. ഇതൊക്കെ നമ്മുടെ എന്താണ്, നമ്മുടെ ഓരോ ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സിന് എന്തില്ല? മാസ് ഇല്ല. നമ്മൾ സ്പേസ് ഒക്കെ പറയും ചിലപ്പോ, എനിക്കുള്ള സ്നേഹം ഇവിടെയുള്ളതെന്ന് പറയും. പക്ഷെ അത് നമ്മൾ പറയുന്നത് മാത്രമാണ്, അങ്ങനെ ഒരു സ്പേസ് ഒന്നും അതിന് വേണ്ട. അപ്പൊ നമുക്ക് സെൻസസ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ടച്ച് ചെയ്തിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സെൻസസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇനി അടുത്ത ഇത് നോക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. മാറ്റർ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്, മാറ്ററിന് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ 3 എണ്ണമാണ് പഠിച്ചിട്ടുള്ളത്. ശരിക്കും 3 എണ്ണം അല്ല, ഇപ്പൊ അതിൽ കൂടുതലുണ്ട്. നാലാമത്തതായിട്ട് 4, 5, 6, 7 അങ്ങനെ കുറേ ഫോംസ് ഇപ്പൊ പുതുതായിട്ട് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ കാലത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള, നമുക്ക് +1-ലും +2-ലും ഒക്കെ ആവശ്യമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള 3, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങൾ 3 ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 എണ്ണം മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സോളിഡ് ആണ്. ഒന്നാമത്തെ സോളിഡ് ആണ്. രണ്ടാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗസ് ചെയ്യാൻ പറ്റില്ലേ? ലിക്വിഡ്. ഓക്കെ, ലിക്വിഡ്. മൂന്നാമത്തെ സ്വാഭാവികമായിട്ടും ഗ്യാസ് ആണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇനി ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ നമുക്ക് എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഒരു സോളിഡ് സബ്സ്റ്റൻസ് മനസ്സിലാവുക? നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നേരത്തെ നമ്മൾ പറഞ്ഞു, ദാറ്റ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ സെൻസസ്. നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയാൽ, തൊട്ട് നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. സോളിഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ലിക്വിഡിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്, ഗ്യാസിന് വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിൽ സോളിഡിന്റെ പ്രോപ്പർട്ടി, സോളിഡിന് ഡെഫിനിറ്റ് മാസ് ആണുള്ളത്. മാസ് ഡെഫിനിറ്റ് ആണ്. ഡെഫിനിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു റോക്ക് പീസ് ഉണ്ട്, അതിന്റെ മാസ് 1 കിലോഗ്രാം ആണെങ്കിൽ അത് 1 കിലോഗ്രാം ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാലോ. പറയാൻ പറ്റൂലേ? മാസ് എപ്പോഴും ഡെഫിനിറ്റ് ആണ്. ഒരു കൃത്യമായ ഭാരം അല്ലെങ്കിൽ കൃത്യമായ പിണ്ഡം അതിലുണ്ട്. അപ്പൊ അത് ഫിക്സഡ് ആണ്. ഇനി ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. സോളിഡിനുള്ള ഒരു സാധനമാണ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. ഇവിടെയുള്ള ഒരു പേന, ഇതാ എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഈ പേനയുടെ ഷേപ്പ് വളരെ ഫിക്സഡ് ആണ്. ഇതിനൊരു ഫിക്സഡ് ഷേപ്പ്, ഒരു പ്രത്യേക ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ എന്റെ പോക്കറ്റിൽ ഇട്ടാലും ഈ ടേബിളിന്റെ മുകളിൽ വെച്ചാലും എവിടെ വെച്ചാലും അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഫിക്സഡ് ആണ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആണ്. ഇനി ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. വോളിയം, അതിന്റെ വ്യാപ്തം, കൃത്യമായ ഒരു വ്യാപ്തം അതിനുണ്ട്. കൃത്യമായ ഒരു പിണ്ഡമുണ്ട്, കൃത്യമായ ഷേപ്പ്, ആകൃതി ഉണ്ട്, കൃത്യമായ വ്യാപ്തമുണ്ട്. ഇനി ബാക്കിയുള്ള പോയിന്റ്സ്. ഇൻകംപ്രസിബിൾ, ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ എന്താണ് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇൻകംപ്രസിബിലിറ്റി എന്ന് വെച്ചാല് മർദ്ദം പ്രയോഗിച്ചിട്ട്, പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിന്റെ സൈസ് ചെറുതാക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഒരു കല്ലെടുത്തത് നമ്മൾ നന്നായി പ്രസ് ചെയ്താൽ കല്ല് ചെറുതാവോ? ഇല്ല. ഇത് നമ്മൾ കുറെ പ്രസ് ചെയ്ത കൈവേദനിക്കുന്നല്ലാതെ ഒന്നും ചെയ്യില്ല. അപ്പൊ ഒരാൾ ചോദിക്കുന്നത് എന്നോട്, സ്പോഞ്ച് സോളിഡ് അല്ലേ, സ്പോഞ്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അങ്ങ് പ്രസ് ആവുന്നില്ലേ? അത് ശരിയാണല്ലോ, സ്പോഞ്ച് പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ആവുന്നുണ്ട്. പക്ഷേ സ്പോഞ്ചില് അമർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്പോഞ്ചിനകത്ത് കുറെ ക്യാവിറ്റി ഉണ്ട്, കുറെ ഹോളോ സ്പേസ് ഉണ്ട്, അവിടെ എയർ ഉണ്ട്. നമ്മൾ പ്രസ് ചെയ്യുമ്പം എയർ പുറത്തോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത് പ്രസ് ആവുന്നത്, അല്ലേ? അതുകൊണ്ട് അങ്ങനെയാണ് പ്രസ് ആവുന്നത്. അല്ലാതെ എങ്ങനെയാണ്? സ്പോഞ്ച് സോളിഡ് സബ്സ്റ്റൻസ് തന്നെയാണ്. നമ്മൾ കിടക്കയിലൊന്ന് കിടക്കുന്നു, അത് കുറച്ച് അമർന്നു പോയി, കാരണം അതിനകത്ത് കുറെ എയർ പാർട്ടിക്കിൾ, എയർ പോക്കറ്റ്സ് ഉണ്ട്. അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എയർ ഉണ്ട് അതിനകത്ത്. എയർ പുറത്തോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത് കംപ്രസിബിൾ ആവുന്നത്.
സോറി. ഇനി സ്ട്രോങ് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഉണ്ട്. ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് സ്ട്രോങ് ആണ്. ദർ ഇസ് എ സ്ട്രോങ് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഉണ്ട്. അപ്പോ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഉണ്ട്. കുറെ പാർട്ടിക്കിൾസ് കൊണ്ടാണ് സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാർട്ടിക്കിൾസ് തമ്മിൽ നല്ലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ ഷേപ്പും വോളിയും ഒക്കെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്. ഇനി അടുത്ത പോയിന്റ് നോക്കുക. അതിന് കൈനറ്റിക് എനർജി, പാർട്ടിക്കിൾസിന്റെ എനർജി വളരെ കുറവാണ്. വളരെ അടുത്തടുത്ത് നിൽക്കുമ്പം ഇൻഡിവിജ്വലി എനർജിയുടെ ആവശ്യമുണ്ടോ എന്നാലോചിക്കേ. നിങ്ങളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ ഒരു വലിയ ആൾക്കാർ, ഒരു 10-20 പേര് അല്ലെങ്കിൽ 50 പേരുടെ ഒരു ഗ്രൂപ്പ്, നമുക്ക് ആരെങ്കിലും പേടി ഉണ്ടാവോ? ഇത്രയും ആൾ നമ്മളെ ചുറ്റിലും ഉണ്ടാവുമ്പോ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കൂലേ? അപ്പൊ നമുക്ക് അന്നേരം എന്തിന്റെ ആവശ്യമില്ല? എനർജിയുടെ ആവശ്യമില്ല. അപ്പൊ വളരെ സ്ട്രോങ് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഉള്ളത് കൊണ്ട്, നമ്മുടെ ചുറ്റുള്ള പാർട്ടിക്കിള് നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് വേണ്ട, അതിന് ഇൻഡിവിജ്വൽ കൈനറ്റിക് എനർജി കുറവായിരിക്കും. കൈനറ്റിക് എനർജി, ഗതികോർജം, പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റില്ല, ഗതികോർജം കുറവായിരിക്കും. ഓക്കെ, ലിക്വിഡ് നോക്കിയാലോ. ലിക്വിഡില് എന്തായിരിക്കും മാറ്റം? ഡെഫിനിറ്റ് മാസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും. വോളിയം ഡെഫിനിറ്റ് ആണ്, മാസും ഡെഫിനിറ്റ് ആണ്. ഷേപ്പ് ഡെഫിനിറ്റ് ആണോ? അല്ല. അതിപ്പോ പാത്രത്തിനനുസരിച്ച് മാറും. സോ നമ്മൾ എന്താ എഴുതാം? നമുക്ക് എന്തെങ്ങനെ എഴുതി വെക്കാം ഇവിടെ? ഷേപ്പ് ഓഫ് എനി ലിക്വിഡ്, ഷേപ്പ് ഓഫ് എനി ലിക്വിഡ് is the shape of its container. അല്ലേ? ഏത് പാത്രത്തിലാണ് ഒഴിച്ചു വെച്ചത് അതിന്റെ ഷേപ്പ് അല്ലേ വരിക? അല്ലേ? നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചു വെച്ചത് ആ ഷേപ്പിലാണ് ആ സാധനം നിൽക്കുക. ഷേപ്പ് ഓഫ് എനി ലിക്വിഡ് ഈസ് എ ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. ഓക്കെ, ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസ്. ഇൻകംപ്രസിബിൾ, ഇതും നമുക്ക് പ്രസ് ചെയ്താല് വോളിയം കുറക്കാൻ പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ചെയ്യാനുള്ളത്, ഒരു കാലി സിറിഞ്ച് എടുക്കുക. അല്ലാതെ നമുക്ക് വെള്ളത്തിനെ പ്രസ് ചെയ്യാൻ പറ്റില്ല. ഒരു കാലി സിറിഞ്ച് എടുത്തിട്ട് ആ സിറിഞ്ചിനകത്തേക്ക് വെള്ളം നിറക്കുക. എന്നിട്ട് അതിന്റെ സൂചി ഉണ്ടാവരുതേ, ആ സൂചി കണക്ട് ചെയ്യുന്ന ഭാഗം നിങ്ങൾ വിരലുകൊണ്ട് അടച്ചു പിടിക്കുക. എന്നിട്ട് ഇപ്പുറത്ത് പിസ്റ്റൺ പ്രസ് ചെയ്യുക. വെള്ളം മുന്നോട്ട് നീങ്ങുമോ? ഇല്ല. വെള്ളത്തെ ചുരുക്കാൻ പറ്റുമോ? ചുരുക്കാൻ പറ്റില്ല. അതായത് മർദ്ദം പ്രയോഗിച്ചുകൊണ്ട് വെള്ളത്തിന്റെ വോളിയം, അതിന്റെ വലിപ്പം, അതിന്റെ വോളിയം കുറക്കാൻ പറ്റില്ല, അതിന്റെ വ്യാപ്തം കുറക്കാൻ പറ്റില്ല. ഇൻകംപ്രസിബിൾ ആണ്. ഇനി ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സസ്. നേരത്തെ സോളിഡില് സ്ട്രോങ് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് എന്ന് പറഞ്ഞു. ഇവിടെ അത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല, കുറച്ച് വീക്കാണ്. സോ നമ്മൾ വീക്ക് എന്നല്ല പറയുന്നത്, മോഡറേറ്റ്ലി സ്ട്രോങ്, അത്യാവശ്യം ഫോഴ്സ് ഉണ്ട്. നമ്മളൊരു പൈപ്പിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകുമ്പോ, വെള്ളമാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ലിക്വിഡിന് എടുക്കാം. വെള്ളം താഴോട്ട് ഒഴുകുമ്പോ കണ്ടിന്യൂറ്റിയില്ലേ, തുടർച്ചയായിട്ടല്ലേ ഒഴുകി വരുന്നേ? അപ്പൊ തുടർച്ചയായിട്ടാണ് ഒഴുകി വരുന്നത്. ഒരു പൈപ്പിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകി വരുമ്പോ തുടർച്ചയായിട്ട് ഒഴുകി വരുന്നുണ്ട്. അപ്പോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് അട്രാക്റ്റീവ് ഫോഴ്സ് അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതല്ല, പക്ഷെ അത്രക്ക് വളരെ സ്ട്രോങ് അല്ല. അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ലിക്വിഡ് പാർട്ടിക്കിൾസിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൈനറ്റിക് എനർജി കുറച്ച് കൂടുതലായിരിക്കും. നേരത്തെ ലോ കൈനറ്റിക് എനർജിയാണ് പറഞ്ഞത്, ഇവിടെ മോഡറേറ്റ് കൈനറ്റിക് എനർജിയാണ്. അത്യാവശ്യം കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അത് ഓർമ്മ വന്നുവല്ലോ.
ഇല്ലേ? ഓർമ്മ ഒന്നില്ലേ? ആ ഗ്യാസ് നോക്കാം. ഗ്യാസില് ഒരു സാധനം ഡെഫിനിറ്റ് ആണ്. മാസ് ഈസ് ഓൾവേസ് ഡെഫിനിറ്റ്. എന്ത് ഒരു മാറ്റർ ആണെങ്കിൽ അതിന്റെ മാസ് ഡെഫിനിറ്റ് ആണ്. ഷേപ്പ് ഉണ്ടോ? അല്ല വോളിയം ഡെഫിനിറ്റ് ആണോ? അല്ല. വോളിയം കൂടുകയും കുറയും ചെയ്യില്ലേ? ഗ്യാസ് വിൽ എക്സ്പാൻഡ്, ഗ്യാസസ് വിൽ എക്സ്പാൻഡ്, ഗ്യാസസ് ക്യാൻ ബി കംപ്രസ്ഡ്. ഗ്യാസ് ചൂടായി കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ പ്രഷർ അപ്ലൈ ചെയ്താൽ കംപ്രസ് ആവും. അതുകൊണ്ട് തന്നെ വോളിയം ഫിക്സഡ് അല്ല. ഷേപ്പ് ഫിക്സഡ് ആണോ? ഞാനും നിങ്ങളൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ റൂം അല്ലെങ്കിൽ എന്റെ ഈ റൂം. ഈ റൂമിനകത്ത് ഈ റൂമിന്റെ ഷേപ്പിലാണ് ഗ്യാസ് ഉള്ളത്. ഈ റൂമിനകത്ത് ഈ റൂമിന്റെ ഷേപ്പിലാണ് ഗ്യാസ് ഉള്ളത്. ഞാൻ അതിനെ എടുത്തിട്ട് നമ്മുടെ സൈക്കിൾ സൈക്കിളിൽ കാറ്റടിക്കുകയാണ്. സൈക്കിൾ പമ്പിൽ എടുത്ത് പ്രസ് ചെയ്യുമ്പോൾ സൈക്കിൾ പമ്പിന്റെ ആ പിസ്റ്റണിനകത്ത് കൊള്ളാവുന്നത്രയാണ് ഗ്യാസ് ഉള്ളത്. നമ്മളൊരു ബലൂൺ ഊതി വീർപ്പിക്കുന്നു. ആ ബലൂണിന്റെ ഷേപ്പിലാണ് ഗ്യാസ് ഉള്ളത്. ഇനി ഒരു ബോളിലാണ്, ഒരു ഫുട്ബോളിലാണ് നടക്കുന്നത്. ഫുട്ബോൾ കറക്റ്റ് സ്ഫെറിക്കൽ ആയിരിക്കും. അപ്പോൾ ഒരു സ്ഫിയർ ഷേപ്പിലാണ് ഗ്യാസ് ഉള്ളത്. ഗ്യാസിന് ഫിക്സഡ് ഷേപ്പേ ഇല്ല. അത് നമ്മൾ നേരത്തെ ലിക്വിഡിന് പറഞ്ഞ പോലെ ഏതിലാണോ നിങ്ങൾ ഫിൽ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. വീക്ക് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സസ്. ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് വീക്ക് ആണ്. ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് വീക്ക് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് തീരെ ഇല്ല. അട്രാക്റ്റീവ് ഫോഴ്സ് തീരെ ഇല്ല. അതൊന്ന് കൃത്യമായിട്ട് നോക്കുക. കൈനറ്റിക് എനർജി വളരെ കൂടുതലാണ്. കൈനറ്റിക് എനർജി വളരെ കൂടുതലാണ്. ഹൈ കൈനറ്റിക് എനർജി. പാർട്ടിക്കിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമല്ലോ, ഇല്ലേ? പാർട്ടിക്കിൾസ് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. മൊബിലിറ്റി കൂടുതലാണ്. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നിങ്ങളുടെ +1 സിലബസിൽ ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ ഗ്യാസിനെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ പാഠം പഠിക്കുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ കുറെ ഗ്യാസ് ലൂസും വാതക നിയമങ്ങളും നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വാതക നിയമങ്ങളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇതില് 5ാമത്തെ പാഠത്തിൽ. അപ്പൊ നമുക്ക് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വേണം. സോളിഡിനെ എങ്ങനെ ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ എങ്ങനെ ഗ്യാസ് ആക്കാം, ആ പറഞ്ഞ സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് ഒരു ചേഞ്ച് വരിക? ഇപ്പൊ സോളിഡിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡിനെ ഗ്യാസ് ആക്കണമെങ്കിൽ, ഗ്യാസിനെ തിരിച്ച് ലിക്വിഡും ലിക്വിഡിനെ തിരിച്ച് സോളിഡും ആക്കണമെങ്കിൽ അത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്: ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് ഹീറ്റ് എനർജി. ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് ഹീറ്റ് എനർജി. ഒന്നുകില് താപോർജം ആഗിരണം ചെയ്തിട്ട്, ഒന്നുകിൽ താപോർജം ആഗിരണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിലോ താപോർജം പുറത്തു വിട്ടുകൊണ്ട്. ഒന്നുകിൽ താപോർജം ആഗിരണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ താപോർജം പുറത്തു വിട്ടുകൊണ്ട്. ഇങ്ങനെയാണ് സംഭവിക്കുക. താപോർജം ആഗിരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താപോർജം പുറത്തു വിട്ടുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ. സോളിഡ് സ്റ്റേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ സോളിഡ് തന്നെയാണ്, അതിവിടെ ഉണ്ട്. ആ സോളിഡ് എന്ത് ചെയ്താലാ ലിക്വിഡ് ആവുക? ഹീറ്റ് ചെയ്താലാണോ കൂൾ ചെയ്താലാണോ? ഹീറ്റ് ചെയ്താൽ. ഓക്കെ. ഇതിനോട്ട് ഹീറ്റ് എനർജി കൊടുക്കുന്നു. ഇതിനോട്ട് ഹീറ്റ് എനർജി കൊടുത്താൽ ഇത് ലിക്വിഡ് ആയി മാറും. ലിക്വിഡിനെ വീണ്ടും ഹീറ്റ് ചെയ്താലോ? ഇതിനെ വീണ്ടും ഹീറ്റ് ചെയ്താൽ ഗ്യാസ്. ഓക്കെ. ഗ്യാസിനെ നമ്മൾ തണുപ്പിക്കുന്നു. ഗ്യാസിനെ കൂൾ ചെയ്താല് ലിക്വിഡ് ആവും. ലിക്വിഡ് വീണ്ടും കൂൾ ചെയ്താല് സോളിഡ് ആവും. ഇത് നമുക്ക് വെള്ളമാണ് ബെസ്റ്റ് എക്സാമ്പിളെ. വാട്ടറിന്റെ 3 സ്റ്റേറ്റ് ആണ് എളുപ്പത്തിൽ പറയാൻ പറ്റുക. ഐസ് എടുത്ത് പുറത്ത് വെച്ചാൽ ഉരുകും. ആ വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിക്കുന്നു, അത് ആവിയാവും, നീരാവി. ഈ നീരാവി നിങ്ങളൊരു ചായ, നിങ്ങൾക്ക് ചായ ഒരു കപ്പിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അമ്മ, അല്ലെങ്കിൽ ആരായാലും അടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ മൂടി തുറന്നു നോക്കുമ്പോൾ ആ മൂടിയുടെ താഴെ അടിവശത്ത് കുറെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, കുറെ വെള്ളത്തുള്ളികളാണ്. ഈ വെള്ളത്തുള്ളി എവിടുന്ന് വന്നതാ? ആ വായു, ആ നീരാവി ഇതിൽ തട്ടിയിട്ട് തണുത്ത് വെള്ളമായതാണ്. അപ്പൊ ഗ്യാസ് തണുത്താൽ ലിക്വിഡ്.
ആ വെള്ളം വീണ്ടും എടുത്തിട്ട് ഒരു ഇതിൽ കൊണ്ടുവച്ചാൽ, അതായത് നേരിട്ട് റെഫ്രിജറേറ്ററിലേക്ക് മാറ്റിയാല്, കൂളിംഗ് ഡിവൈസിലേക്ക് മാറ്റിയാല്, ഫ്രീസറിനകത്തേക്ക് മാറ്റിയാല് അത് വീണ്ടും സോളിഡ് ആവും. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കാം. ചൂടാക്കുമ്പോ എന്തായി മാറും? സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡ് ഗ്യാസ് ആവും. ഇത് സംഭവിക്കും. ഇനി ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. നമുക്ക് ഈ പേരുകൾ ആവശ്യമാണ്. സോളിഡിനെ ലിക്വിഡ് ആവുന്നത് അല്ലെങ്കിൽ ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്നത്, ഗ്യാസിനെ കൂൾ ചെയ്യുമ്പോ അത് ലിക്വിഡായി മാറുന്നത്, ലിക്വിഡിനെ കൂൾ ചെയ്യുമ്പോൾ സോളിഡായി മാറുന്നത്, ഈ പ്രോസസ്സിനെയൊക്കെ നമുക്ക് പല പേരുകളുണ്ട്. ആ പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ആ പേരുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരേപോലെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഫിസിക്സിലുണ്ട് തെർമോഡൈനാമിക്സ് പഠിക്കാൻ, കെമിസ്ട്രിയിലും ഉണ്ട്. കുറെ കൺസെപ്റ്റുകൾ ഒരേപോലെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതിന് നമുക്ക് ഈ ട്രാൻസ്ഫേഴ്സ്, അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറഞ്ഞ ഫേസ് ട്രാൻസിഷൻസ് എന്നാണ് പറയാ. നമ്മൾ പറയുന്നതിന് എപ്പോഴും ഫേസ് ട്രാൻസിഷൻസ് ആണ്. അതായത് ഫേസ് ട്രാൻസിഷൻ എന്നാണ് പറയാ. ഫേസ്, PHASE, ഫേസ് ട്രാൻസിഷൻ, ഫേസ് ട്രാൻസിഷൻ എന്നാണ് പറയാ. ഫേസ് ട്രാൻസിഷൻ. അപ്പോ ഈ ഫേസ് ട്രാൻസിഷൻ ശരിയായാലാണ്, ഫേസ് ട്രാൻസിഷന്റെ ഓരോ പേരുകളുണ്ട്. ഫേസ് ട്രാൻസിഷന് ഓരോരോ പേരുകൾ വരുന്നുണ്ട്. നമുക്ക് ആ പേരുകൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പോ ഇതേ കണ്ടന്റ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്നിട്ട് ഫേസ് ട്രാൻസിഷൻ നോക്കുന്ന സമയത്ത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റില് ആദ്യം സോളിഡിനെ ഹീറ്റ് ചെയ്യുന്നു, ലിക്വിഫാക്ഷൻ എന്തായി മാറി? ലിക്വിഡായി മാറി. സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഫാക്ഷൻ. സോളിഡ് ഈസ് കൺവേർട്ടഡ് ടു ലിക്വിഡ്. സോളിഡിനെ ചൂടാക്കിയിട്ട് ലിക്വിഡ് ആക്കി മാറ്റി. ആ പ്രൊസീജിയർ നമ്മൾ എന്ത് വിളിക്കും? ലിക്വിഫാക്ഷൻ എന്ന് വിളിക്കും. മനസ്സിലാവല്ലോ? ഓക്കെ. ഇനി ലിക്വിഡിനെ ഒന്നുകൂടെ ചൂടാക്കിയാൽ വെപ്പറൈസേഷൻ. ലിക്വിഡിനെ ചൂടാക്കുമ്പോൾ വെപ്പറൈസ് ചെയ്തിട്ട് ഗ്യാസ് ആയി മാറി. സോളിഡിനെ ചൂടാക്കി ലിക്വിഫാക്ഷനിലൂടെ ലിക്വിഡായി മാറി, ലിക്വിഡിനെ ചൂടാക്കി വെപ്പറൈസേഷനിലൂടെ ഗ്യാസ് ആയി മാറി. ഇനിയോ ഗ്യാസിനെ തിരിച്ചുകൊണ്ടിട്ടുണ്ട്. ഗ്യാസ് തണുപ്പിച്ചാൽ എന്താവും? ലിക്വിഡായി മാറും. കണ്ടൻസേഷൻ. ഗ്യാസിനെ തണുപ്പിച്ചാല് ലിക്വിഡായി മാറും, അത് കണ്ടൻസേഷൻ. ഇനി അതേ ലിക്വിഡിനെ ഒന്നുകൂടെ തണുപ്പിച്ചാൽ അത് ഫ്രീസ് ചെയ്തിട്ട് സോളിഡായി മാറും. അപ്പോ സോളിഡിനെ ചൂടാക്കിയാൽ ലിക്വിഡായി, ലിക്വിഡിനെ ചൂടാക്കിയ വേപ്പറായി, ഗ്യാസ് വെപ്പറൈസേഷൻ നടന്ന് ഗ്യാസായി, ഗ്യാസ് കണ്ടൻസ് ചെയ്തിട്ട് വീണ്ടും ലിക്വിഡായി, ലിക്വിഡ് ഫ്രീസ് ചെയ്തിട്ട് വീണ്ടും സോളിഡായി. ഇനി നിങ്ങൾ ആരോട് ഒരാൾ ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ആരാണ് എന്ത് ചോദ്യം ചോദിച്ചാലും ചാടിക്ക് ഉത്തരം പറയുന്ന ആരാണുണ്ടോ? ഞാൻ സുനിൽ സാറിനോട് ചോദിച്ചിരുന്നു. കുറെ പേര് പറഞ്ഞു, ഞങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പോ സോളിഡിനെ നേരിട്ട് ഗ്യാസ് ആക്കുന്ന ഒരു പ്രൊസീജിയർ ഇല്ലേ? ആരും ഒരാൾ പറഞ്ഞേ. സബ്ലിമേഷൻ വരുന്നുണ്ട്. സബ്ലിമേഷൻ. സോളിഡ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ്. സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയി. സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ലിക്വിഡിലൂടെ പോവാതെ. അതാണ് ഞാൻ മുകളിലേക്ക് കൂടെ വരച്ചത്. ലിക്വിഡിൽ പോകുന്നില്ല കേട്ടോ, ഇത് ലിക്വിഡിലൂടെ പോകുന്നത്. അപ്പൊ നമുക്ക് ലിക്വിഫാക്ഷൻ പ്ലസ് വെപ്പറൈസേഷൻ, ആ രണ്ട് പ്രൊസീജിയർ ഒരുമിച്ച് നടന്നാല് ഗ്യാസ് ആവും. പക്ഷെ അത് ലിക്വിഡിലൂടെ പോകും. ലിക്വിഡ് ടച്ച് ചെയ്യാതെ സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസ് ആയ ഇറ്റ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്നാണ് പറയാം. ഇനി ഗ്യാസിൽ നിന്ന് നേരിട്ട് സോളിഡ് ആക്കാനും പറ്റും. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ സോളിഡിഫൈ ചെയ്യാം. സബ്ലിമേഷന്റെ എക്സാമ്പിൾ ചോദിച്ചാല് എന്തെങ്കിലും സബ്ലിമേഷൻ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ചോദിച്ചാൽ നമ്മൾ ഏതാണ് പറയാ? അയഡിൻ ഒരു എക്സാമ്പിൾ ആണ്. അയഡിൻ ഒരു എക്സാമ്പിൾ ആണ്. വേറൊരു എക്സാമ്പിൾ എന്താ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സബ്ലിമേഷൻ നടക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞേ, ഓർത്തു നോക്കിയിട്ട്. കർപ്പൂരം. ക്യാംഫർ. കർപ്പൂരം, ക്യാംഫർ നല്ല ചോയ്സ് ആണ്.
ക്യാംഫർ, കർപ്പൂരം. കർപ്പൂരം എന്താണ്? ഇതേപോലെ. അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു സിനിമ ഉണ്ടല്ലേ, മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുറെ കാലം കണ്ടാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ അറിയില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പഴയൊരു പടാണ് ചിത്രം എന്ന് പറഞ്ഞിട്ട്. അതില് മോഹൻലാലിന്റെ കയ്യിൽ വെച്ചിട്ട് കർപ്പൂരം കത്തിക്കുന്ന ഒരു സീൻ ഉണ്ട്. കുറച്ച് കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കും. ചെറിയ ചൂടുണ്ടാവും, പക്ഷെ വലുതായിട്ട് ചൂട് അനുഭവപ്പെടില്ല. കാരണം നമ്മൾ കത്തുന്ന സമയത്ത് കർപ്പൂരം നേരിട്ട് ആവിയായിട്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ നേരിട്ട് ആവിയായിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ ചൂട് ശരിക്കും അറിയണമെന്നില്ല, ഉരുകൂല. ഉരുകുമ്പോഴാണ് പൊള്ളാൻ സാധ്യത കൂടുതൽ. ഇത് ആ ചൂട് കൊണ്ട് പെട്ടെന്ന് ആവിയായിട്ട് പോകും. ഓക്കെ, അപ്പോ സബ്ലിമേഷൻ. ഇനി സബ്ലിമേഷൻ കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? സബ്ലിമേഷന്റെ മലയാളം ഒന്ന് പറഞ്ഞു തരുമോ? ഉത്പതനം. ഓക്കെ. പഠിച്ചിട്ടില്ലേ ഉത്പതനം? ഇനി സബ്ലിമേഷന്റെ ഓപ്പോസിറ്റ് നടക്കുന്ന ഒരു പ്രവർത്തനം, സബ്ലിമേഷന്റെ ഓപ്പോസിറ്റ്. സബ്ലിമേഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് നേരിട്ട് സോളിഡ് ആക്കുക. ചില സമയത്ത് അതിന് സബ്ലിമേഷൻ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കൃത്യമായ വാക്ക് വേറെ ഉണ്ട്. അത് ഒന്നുകില് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഡീസബ്ലിമേഷൻ എന്ന് പറയും. ഡിപ്പോസിഷൻ അഥവാ ഡീസബ്ലിമേഷൻ. മലയാളത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. സബ്ലിമേഷന്റെ വാക്ക് ഉത്പന്നം തന്നെയാണ് അവിടെ ഉപയോഗിക്കാറുള്ളത്. സബ്ലിമേഷൻ എന്ന് പറയുന്നത് സോളിഡ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻടു ഗ്യാസ്. സോളിഡിൽ നിന്ന് നേരിട്ട് ഗ്യാസിലേക്ക്, ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക്, വാതകാവസ്ഥയിൽ നിന്ന് തിരിച്ച് ഖരാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഡിപ്പോസിഷൻ അഥവാ ഡീസബ്ലിമേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവൂലേ? ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രം ഒന്ന് കണ്ണടച്ചാലോചിച്ചാല് സോളിഡ്, നടുവിൽ ലിക്വിഡ്, ഇപ്പുറത്തെ സൈഡിൽ ഗ്യാസ്, ലിക്വിഫാക്ഷൻ, വേപ്പറൈസേഷൻ, പിന്നെ കണ്ടൻസേഷൻ, ഫ്രീസിങ്, സബ്ലിമേഷൻ, ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഡീസബ്ലിമേഷൻ. ഈ സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. നമുക്ക് എവിടെയെങ്കിലും ചില ചാപ്റ്ററിൽ, ഇന്ന ചാപ്റ്ററിൽ ചില ചാപ്റ്ററിൽ നമ്മൾ പറയും ലിക്വിഫാക്ഷനെ കുറിച്ച്. ഇത്ര എനർജി കൊടുത്താൽ അതിനെ ലിക്വിഡ് ആക്കാം, ഇത്ര എനർജി കൊടുത്താൽ വേപ്പറൈസ് ആക്കാം. എനർജി ഓഫ് വേപ്പറൈസേഷൻ, എനർജി റിക്വയർഡ് ടു വേപ്പറൈസ്, എനർജി ഓഫ് ലിക്വിഫാക്ഷൻ അല്ലെങ്കിൽ എനർജി ഓഫ് ഫ്രീസിങ്. ഫ്രീസിങ് പോയിന്റ് പഠിക്കാനുണ്ട്, ഫ്രീസിങ് പോയിന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ബോയിലിംഗ് പോയിന്റ് വേപ്പറൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അന്നേരം ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ ഓർമ്മ വേണം. ഓക്കെ, അത് കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഡിഫ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിഫ്യൂഷൻ ഇല്ലേ? മലയാളത്തിലെ അന്തർവ്യാപനം എന്ന് പറയുന്ന ഒരു സാധനം. സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉള്ള പാർട്ടിക്കിളിന്റെ സ്പോണ്ടേനിയസ് മിക്സിംഗ്. ഒരു ചോദ്യം, നേരത്തെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി പഠിച്ചിട്ടുണ്ട്. സോളിഡ്സ് ഡിഫ്യൂഷൻ കാണിക്കോ ഇല്ലയോ? സോളിഡ്സ് ഡിഫ്യൂഷൻ കാണിക്കോ ഇല്ലയോ? അതാണ് ചോദ്യം. സോളിഡ്സ് കാണിക്കോ? ഇല്ല. സോളിഡ്സിന് ഡിഫ്യൂഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതും? സോളിഡ്സിന് ഡിഫ്യൂഷൻ ഇല്ല, സോളിഡ്സ് കാണിക്കില്ല. ലിക്വിഡ് കാണിക്കുവോ? ലിക്വിഡ്സില് ലിക്വിഡ് ഡിഫ്യൂഷൻ കാണിക്കും, ഗ്യാസ് എന്തായാലും കാണിക്കും. കാരണം ഗ്യാസിലാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഓഫ് മൂവ്മെന്റ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉള്ളത്. ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ആണ്. 2 ഗ്യാസ് മിക്സ് ചെയ്ത് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഡിയോഡറന്റ് ഉപയോഗിക്കുന്നു, ഒരു റൂം ഫ്രഷ്നർ ഉപയോഗിക്കുന്നു, ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഒരു മൂലയിലേ അടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ അടിക്കുന്നു, അത് ആ റൂം മുഴുവൻ പെട്ടെന്ന് സ്പ്രെഡ് ആവൂലേ? സ്പ്രെഡ് ആവും. അതേസമയം ഒരു ലിക്വിഡ് ആണ് അവിടെ വെച്ചതെങ്കിൽ ലിക്വിഡ് സ്പ്രെഡ് ആകാൻ കുറച്ച് സമയം എടുക്കും. ഒരു സോളിഡ് അവിടെ കൊണ്ടുവച്ചാലോ അതെത്തൂല. ഒരു ചന്ദനം തിരിയെടുത്തിട്ട് ഒരു മൂലയിൽ വെച്ചിരിക്കുന്നു, സ്മെല്ല് ഇപ്പുറത്തെ മൂലക്കേക്ക് കിട്ടുള്ളൂ. വെറുതെ വെച്ചതാണ്, കത്തിച്ചിട്ടില്ല. സ്മെല്ല് ഇങ്ങോട്ട് എത്താൻ സാധ്യത കുറവാ. കത്തിച്ചു വെച്ചാലോ അപ്പൊ പെട്ടെന്ന് തന്നെ ആ സ്മെല്ല് റൂം മുഴുവൻ പരക്കും. കാരണം എന്താ? നമ്മൾ ആ സ്മെല്ലിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റി. നേരത്തെ സോളിഡ് സ്റ്റേറ്റിലായിരുന്നു. അപ്പൊ സോളിഡ്സിന് ഡിഫ്യൂഷൻ ഇല്ല, ലിക്വിഡിനും ഗ്യാസിനും ഡിഫ്യൂഷൻ ഉണ്ട്. സ്പോണ്ടേനിയസ് മിക്സിംഗ് എന്ന് പറഞ്ഞാല് തനിയെ മിക്സ് ആവണം, നമ്മൾ മിക്സ് ചെയ്യുന്നതല്ല. ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാല് അത് ഡിഫ്യൂഷൻ എന്ന് പറയില്ല. പറയോ? ഇല്ല. അതേസമയം
ഞാൻ ഒരു തുള്ളി മഷി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് മുകളിൽ ഒരു തുള്ളി മഷി ഇട്ടിരിക്കുന്നു, ഒരു ഡ്രോപ്പ്. ആ മഷി വീഴും നമുക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. അതിങ്ങനെ വളരെ സ്ലോ ആയിട്ട് സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണും, ഇല്ലേ? അതാണ് ഡിഫ്യൂഷൻ. എന്തുകൊണ്ടാണ് വെള്ളത്തിലെ മഷിയുടെ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാല് ഗ്യാസസ് ഡിഫ്യൂസ് ചെയ്യുന്ന നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഗ്യാസസ് ഡിഫ്യൂസ് ചെയ്യുന്ന നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പഠിച്ചത് പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന സാധനമാണ്. പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്, ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും എന്നാണ് മലയാളത്തിൽ പഠിച്ചത്. ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. ശുദ്ധപദാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് മേഡപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡന്റിക്കൽ നേച്ചർ. ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ ഇനം കണികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവ. കണികകൾ എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരേ ഇനം കണികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവ. ആർക്കാണ് പ്യുവർ സബ്സ്റ്റൻസിന് രണ്ട് എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുക? ഷുഗർ, ഓക്സിജൻ. ഷുഗറും ഓക്സിജനും നല്ല ചോയ്സ് ആണ്. ഷുഗർ ഒരു കോമ്പൗണ്ട് ആണ്, ഓക്സിജൻ ഒരു എലമെന്റ് ആണ്. അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷ വായു പ്യുവർ സബ്സ്റ്റൻസ് ആണോ? അല്ല. അല്ല. അല്ല അല്ല. ഓക്കെ, അത് മിക്സ്ചർ ആണ്. അത് അടുത്ത് വരുന്നുണ്ട്. അടുത്ത സാധനം, മെറ്റീരിയൽസ് ദാറ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 2 different substances are called mixtures. എങ്ങനെയെങ്കിലും ഏറ്റവും കുറഞ്ഞ 2 എണ്ണം വേണം. അതിന് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ് പെട്ടെന്ന് ഇപ്പൊ എക്സാമ്പിൾ കിട്ടും. എന്താണ്? ഓക്കെ, ഷുഗർ സൊല്യൂഷൻ. ഒരേ ഷുഗർ സൊല്യൂഷൻ എക്സാമ്പിൾ അല്ലേ? ഓക്കെ, അതിൽ പഞ്ചസാരയും വെള്ളമാണ് ഉള്ളത്. ഷുഗർ സൊല്യൂഷൻ നല്ലൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിക് എയർ ഒരു നല്ല എക്സാമ്പിൾ ആണ്. എയറും ഇതിന് എക്സാമ്പിൾ ആണ്. എന്താണത്? അതൊരു മിക്സ്ചർ ആണ്. കുറെ സാധനം മിക്സ് ചെയ്തിട്ടുണ്ട് എയറിൽ. പിന്നെ കണ്ടമാനം ഷുഗർ സൊല്യൂഷനിൽ 2 എണ്ണേ ഉള്ളൂ. എയറിൽ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, പിന്നെ കുറെ പൊടിയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്ചേഴ്സ് ആയി. ഇനി പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ഉണ്ട്, എലമെന്റ്സ് കോമ്പൗണ്ട്സ് ഒക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. മിക്സ്ചേഴ്സിനെ കുറിച്ചും ഉണ്ട്. അപ്പൊ മിക്സ്ചേഴ്സിന്റെ സെപ്പറേഷനെ കുറിച്ചൊക്കെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ +1 ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറെ സെപ്പറേഷൻ ടെക്നിക്സ് പഠിക്കാനുണ്ട്. നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച, അല്ലെങ്കിൽ താഴത്തെ ക്ലാസ്സിൽ പഠിച്ച മിശ്രിതങ്ങളെ വേർതിരിക്കുക എന്ന് പറയുന്ന മെത്തേഡിലുള്ള അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരിക. ക്ലാസ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു മെത്തേഡ് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ഓക്സിജൻ ചെറിയ ക്ലാസ്സിൽ ഓക്സിജൻ എന്ന് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഓക്സിജൻ O ആയിരുന്നു. അത് ക്ലാസ് മാറുമ്പോൾ മാറുമില്ല. കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ഓക്സിജൻ ഒരു വാതകമാണെന്ന് ആദ്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നീട് നമ്മൾ അതൊരു ദ്വയറ്റോമിക തന്മാത്രയാണെന്ന് പഠിക്കും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ മറ്റ് പ്രോപ്പർട്ടീസ്, അതിന്റെ സംയോജകത പഠിക്കും, വാലൻസി പഠിക്കും, അതിന്റെ കോമ്പൗണ്ട്സ്, അതിന്റെ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കും. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോന്ന് കൂട്ടേ ഉള്ളൂ. നമ്മൾ ആദ്യം പഠിച്ചത് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. അത് അതേപോലെ തുടരുകയും ചെയ്യും. ഓക്കെ, അപ്പോ മിക്സ്ചറിലെ കോമ്പണൻസിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാല് ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്ക്, മെത്തേഡ് ഇതിന്റെ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് എല്ലാ മിക്സ്ചേഴ്സിനെയും എല്ലാ മിശ്രിതങ്ങളെയും ഒരേപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരേ മെത്തേഡോടാണ് ചെയ്യുക. ചായ നല്ലൊരു മിക്സറാണ് വീട്ടിലുണ്ടാക്കുന്നത്, ദിവസവും ചെയ്യുന്ന കാര്യമാണ്. ചായ പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡ് ഉപയോഗിക്കുവേ. വീട്ടിൽ അമ്മയൊക്കെ ആണെങ്കിൽ അരിപ്പ് എടുക്കൂല ചിലപ്പോൾ. അവര് വേറെ രീതി, ഒന്ന് ഊറ്റി ഒഴിക്കുക, അല്ലെങ്കിൽ ഡീകാൻഡേഷൻ എന്ന് പറയുന്ന രീതിയാണ് ഉപയോഗിക്കുക. ഡീകാൻഡേഷൻ എന്നാണ് പറയാ. ചെരിച്ചിട്ട് കുറച്ച് സമയം ചായ അനങ്ങാതെ വെക്കും, എന്നിട്ട് മെല്ലെ ചെരിച്ചിട്ട് അങ്ങ് ഒഴിക്കും. കുറച്ച് ജലാംശവും കുറച്ച് പൊടി അതിൻ്റെ ഇടയിൽ ഉണ്ടാവും, പാത്രത്തിനടിയിൽ. ഡീകാൻഡേഷൻ, ചെരിച്ചൊഴിക്കുക. അല്ലെങ്കിൽ ചായ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിക്കും. 2 മെത്തേഡ് ഉപയോഗിക്കാം. അവിടെ ചായ ലിക്വിഡും ചായപ്പൊടി സോളിഡ് ആണ്, അതിനേക്കാൾ ചെറിയ അരിപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് പറ്റിയത്. ഡീകാൻഡേഷൻ സംഭവിക്കുന്നത് ചായപ്പൊടിക്ക് ഭാരം കൂടുതലുള്ളതുകൊണ്ട് അത് അടിയിൽ കിടക്കുന്നതാണ്. ഇതാണ് 2 രീതിയിലെ വ്യത്യാസം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രോപ്പർട്ടി, നമ്മുടെ
കോമ്പണന്റിന്റെ പ്രോപ്പർട്ടി, ചിലപ്പോൾ ലിക്വിഡിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ പറഞ്ഞ സാധനത്തിന്റെ പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തീരുമാനിക്കുക, ഏത് രീതിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോ കുറച്ച് എക്സാമ്പിൾസ്. ഡിസ്റ്റിലേഷൻ ഉണ്ട്. ഡിസ്റ്റിലേഷന്റെ മലയാളം നമ്മൾ പഠിച്ചാലേ, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? പറഞ്ഞാല് ആ വാക്ക് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് എന്താ പഠിച്ചതെന്ന് എഴുതുമ്പോൾ മനസ്സിലാവേ. ഇത് പഠിച്ചിട്ടുണ്ടോ? സ്വേദനം. ഓക്കെ, സ്വേദനം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ദ്രാവക മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ്. ദ്രാവക മിശ്രിതങ്ങളെ ചൂടാക്കിയിട്ട് നീരാവിയാക്കി മാറ്റി ആ നീരാവിയെ തണുപ്പിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്? വേർതിരിച്ചെടുത്തത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് പിന്നീട്, അതായത് വേറൊരു മെത്തേഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെത്തേഡ് കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം പഠിച്ചതാണല്ലോ അല്ലെ? അംശിക സ്വേദനം നമുക്കിപ്പം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പെട്രോൾ, ഡീസൽ പോലുള്ള സാധനങ്ങളൊക്കെ വേർതിരിക്കുന്നത് അംശിക സ്വേദനം വഴിയാണ്. പെട്രോൾ, ഡീസൽ ഒക്കെ വേർതിരിക്കുന്നത് അംശിക സ്വേദനം വഴിയാണ്. അപ്പോ അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചിട്ടുണ്ട്. സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക ഷേപ്പ് ഉള്ളത്, തമ്മിൽ കൂടിക്കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിക്കാൻ. ഇപ്പൊ മണ്ണെണ്ണയും വെള്ളവും സാധനമാണെങ്കിൽ മണ്ണെണ്ണക്ക് ഭാരം, മണ്ണെണ്ണക്ക് സാന്ദ്രത കുറവാണ്, ഡെൻസിറ്റി കുറവാണ്, മണ്ണെണ്ണ പൊങ്ങി കിടക്കും, വെള്ളടി കിടക്കും, രണ്ട് ലെയർ ആയിരിക്കും. ഈ രണ്ട് ലെയർ ആണെങ്കിൽ ആ ലെയറിലുള്ള സാധനത്തെ വേർതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ എടുത്തു വെച്ച് അടിയിലെ ടാപ്പ് തുറന്നിട്ട് ആദ്യത്തെ താഴെയുള്ള ഭാഗം വേർതിരിക്കും, ഒരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്യുക, പിന്നീട് മാറ്റി രണ്ടാമത്തെ മുകളിലുള്ള ഭാഗം വേറെ പാത്രത്തിൽ കളക്ട് ചെയ്യുക. സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സബ്ലിമേഷൻ അതൊരു രീതിയാണ്. ഇപ്പോ നേരത്തെ കർപ്പൂരം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. സബ്ലിമേഷൻ, കർപ്പൂരം കുറച്ച് ഉപ്പില്, അതായത് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ കറിയുപ്പിലേക്ക് കുറച്ച് പൊടി, എന്താണ്, കർപ്പൂരത്തിന്റെ പൊടി വീണുപോയി. അതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള നല്ല മെത്തേഡ് ഇതാണ്. അതെടുത്ത് വെച്ച് ചൂടാക്കിയാൽ മതി, കർപ്പൂരം ആവിയായിട്ട് അങ്ങ് പോവും, ഉപ്പ് ബാക്കിയാവും. മനസ്സിലാവുമല്ലോ? അപ്പൊ അങ്ങനെ വേർതിരിക്കാം. നമുക്ക് സബ്ലിമേഷൻ വഴി, ഉത്പാദനം വഴി വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ചില വസ്തുക്കളെ അങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുക. സെൻട്രിഫ്യൂഗേഷൻ, അത് ഓർമ്മയുണ്ടോ ആ രീതി? ശ്രീലക്ഷ്മി, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന രീതി ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുക? ആർക്കാ പറയാൻ പറ്റുക? ഒരു പ്രത്യേക സംവിധാനത്തിൽ ഉപയോഗിച്ച് കറക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം ഓർമ്മയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് ഉദാഹരണങ്ങൾ വീട്ടിലൊക്കെ ഉണ്ട്. ഏത്? സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്ന വീട്ടിൽ നടക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരെന്താ? ഏത് ഉപകരണത്തിലാണ് നടക്കുന്നത്? വെണ്ണ സെപ്പറേറ്റ്, അതെ, ക്രീം സെപ്പറേറ്റർ. അതിപ്പോ നമ്മള് പാലിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി. അതായത് പണ്ട് ഒരു മോരിൽ നിന്ന് ഇങ്ങനെ കറക്കിയിട്ട്, ഒരു മന്ത് ഉപയോഗിച്ചിട്ട് കറക്കിയിട്ടാണ് വേർതിരിക്കുക. ഒരു ഉപകരണമുണ്ട് സെൻട്രിഫ്യൂഗേഷന്റെ ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം വീട്ടില്. വാഷിംഗ് മെഷീനിൽ തുണി ഉണക്കാറില്ലേ? വാഷിംഗ് മെഷീൻ ഡ്രയർ നല്ല സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് വെള്ളം അതിൽ നിന്ന് തെറിച്ചു പോകും. സെൻട്രിഫ്യൂഗേഷൻ തന്നെയാണ്. മിൽക്ക് സെപ്പറേറ്റർ അല്ലെങ്കിൽ ക്രീം സെപ്പറേറ്റർ നല്ലൊരു എക്സാമ്പിൾ ആണ്. പാലിൽ നിന്നും വെണ്ണ അല്ലെങ്കിൽ പാലിൽ നിന്നും ക്രീം വേർതിരിക്കുന്നത് ഈ രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ. പിന്നീട് ഇത് ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ ലാബോറട്ടറികളിൽ, മെഡിക്കൽ ലബോറട്ടറികൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലഡിൽ നിന്ന് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അതും ഉപയോഗിക്കുന്നുണ്ട്. അതും നമ്മളൊന്ന് ഓർത്തിരിക്കുക. സെൻട്രിഫ്യൂഗേഷൻ. ലാസ്റ്റ് പറയുന്നത് ക്രൊമറ്റോഗ്രഫി ആണ്. ക്രൊമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൊമറ്റോഗ്രഫിയുടെ പേര് നോക്കണം. ക്രൊമറ്റോഗ്രഫി ആദ്യമായിട്ട് ഉപയോഗിച്ചത് കളറ് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രൊമറ്റോഗ്രഫി ആദ്യമായിട്ട് ഉപയോഗിച്ചത് നിറങ്ങള്, കളറ് വേർതിരിക്കാനാണ്. കളർ
കളറ് വേർതിരിക്കാനാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്, ക്രോമറ്റോഗ്രഫി. ഇതിപ്പോഴും ഉപയോഗിക്കുന്നത് ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചില പ്രത്യേക മരുന്നുകൾ ബ്ലഡിൽ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്രോമറ്റോഗ്രഫി ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നു. ആ രീതി ഓർമ്മയുണ്ടല്ലോ, ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒരു പേപ്പർ സ്ട്രിപ്പ് ഒക്കെ ഇറക്കി വെച്ചിട്ടുള്ള ഒരു രീതി, പേപ്പർ ക്രോമറ്റോഗ്രഫി. ഇത് നമുക്ക് പേപ്പർ ക്രോമറ്റോഗ്രഫി അല്ലാതെ കുറെ സാധനങ്ങൾ നമ്മൾ പറയും. പേപ്പർ ക്രോമറ്റോഗ്രഫി മാത്രമൊന്നുമല്ല, നമുക്ക് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി ഉണ്ട്, ഗ്യാസ് ക്രോമറ്റോഗ്രഫി ഉണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കുമ്പോൾ പല രീതികൾ പഠിക്കും. വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഒരേപോലെയാണ്. അതിനെ ഈ ഒരു മാധ്യമത്തിലൂടെ ഇതിങ്ങനെ വളരെ മുകളിലോട്ട് കയറി പോകും, പിന്നെ അബ്സോർബ് ചെയ്ത് പോകും. അപ്പൊ അതാണ് ക്രോമറ്റോഗ്രഫി. പേപ്പർ ഉപയോഗിച്ചാൽ പേപ്പർ ക്രോമറ്റോഗ്രഫി, മറ്റെന്തെങ്കിലും മാധ്യമം ഉപയോഗിച്ചാൽ പേര് മാറും. പേര് മാത്രമേ മാറുള്ളൂ, ആ സംവിധാനങ്ങളൊക്കെ ഒരുപോലെ ഇരിക്കും. ഇനി അപ്പൊ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, the pure substances which cannot be further decomposed through chemical process. എന്തെങ്കിലും ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ വീണ്ടും കഷണങ്ങളായി മുറിക്കാൻ പറ്റാത്ത സാധനത്തെയാണ് നമ്മൾ എന്ത് പറയാ, പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് വിളിക്കുക. ഒരു ഹൈഡ്രജനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൽ താഴെയുള്ള എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വേറൊരു പാർട്ടിക്കിൾ കിട്ടില്ല. ഹൈഡ്രജനെ മുറിച്ചാല് മറ്റൊരു സാധനം കിട്ടൂല. അതായത് ഒരു മൂലകം അല്ലെങ്കിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സാധനം കിട്ടില്ല. അത് ഹൈഡ്രജനെ മുറിച്ചാൽ അതിനുള്ള കോമ്പണൻസ്, അതായത് പിന്നെ പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ കിട്ടുള്ളൂ, വേറൊന്നും കിട്ടൂല. നൈട്രജനും അങ്ങനെ തന്നെയാണ്, ഗോൾഡും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മൾ വാട്ടർ ബ്രേക്ക് ചെയ്താൽ എന്ത് കിട്ടും? ഹൈഡ്രജനും ഓക്സിജനും കിട്ടുമല്ലോ, അല്ലേ? Compounds are pure substances formed from two or more elements through chemical combination. എക്സാമ്പിൾ ഞാൻ വാട്ടർ കൊടുത്തിട്ടുണ്ട്. വാട്ടർ കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ 3 എക്സാമ്പിൾ ഇവിടെ കൊടുത്ത 3 എക്സാമ്പിളിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്. വെള്ളം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ക്ലാസ് ഒക്കെ എടുക്കേണ്ടി വരുന്നത്. കാരണം ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് വെള്ളം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അത് മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ ഉദാഹരണത്തിന് അമോണിയ കൊടുത്തേ. അമോണിയ ഉള്ളത് കൊണ്ടുകൂടിയാണ് ജീവൻ നിലനിൽക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ, അമോണിയ കണ്ടുപിടിച്ചു. ഹേബർ പ്രക്രിയയില് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഹേബർ പ്രക്രിയയിൽ അമോണിയ കണ്ടുപിടിച്ചു. ഈ അമോണിയ ഹേബർ പ്രക്രിയയിലൂടെ ഹേബർ പ്രോസസ്സിലൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. രാസവളങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന അത്രയും രാസവളങ്ങൾ ഉപയോഗിക്കാതെ ഇത്രയും ആൾക്കാരുടെ, നമ്മുടെ ജനസംഖ്യ ഇത്രയും കൂടുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല. കൃഷി ചെയ്ത് ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അമോണിയ ഇല്ലെങ്കിലും ഈ ക്ഷാമം വന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. ഇനി അപ്പുറത്തെ മൂന്നാമത്തെ ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ്. അതും ഒരു കോമ്പൗണ്ട് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോയിട്ടാണ് എന്തുണ്ടാവുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പഠിച്ചില്ലേ? അന്തരീക്ഷ മലിനീകരണം, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാവുന്നു. അതിനുള്ള കാരണം ഇതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഫ്രൂട്ട് പ്രിന്റ്. ഇപ്പൊ തൊട്ടടുത്ത് ഗ്ലാസ്ഗോയിൽ ഉച്ചകോടി നടന്നു. അവിടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഈ സംഭവമാണ്. എമിഷൻ കുറക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വന്ന് കുറക്കണം, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കോമ്പൗണ്ട് ആണ് ഇവിടെ പറഞ്ഞത്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ സാധനമാണ് കോമ്പൗണ്ട്. ഇനി അടുത്ത രസമുള്ള ഒരു പരിപാടിയാണ്. ഒരു എലമെന്റിന് എങ്ങനെയാ പേരിടുക? നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും പേരിട്ടുണ്ടാവുക? അതിപ്പം ഈ പേരിട്ട ആളോട് ചോദിക്കണം. ഇപ്പോ ഒരുപക്ഷെ നമ്മള് അത് ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു അക്ഷരം, ഇഷ്ടമുള്ള ഒരു അക്ഷരത്തിൽ തുടർന്നിട്ടാണ് പേരിട്ടുള്ളത്. അപ്പൊ നമുക്ക് പേരിടുന്നത് അച്ഛനും അമ്മയോ അല്ലെങ്കിൽ അവര് ആലോചിച്ച് ഒരു പേര് കണ്ടുപിടിച്ചിട്ടതാണ്. പക്ഷെ എലമെന്റിന് പേരിടുമ്പോ എലമെന്റും ഇതേപോലെയാണ്. ആദ്യം അതൊക്കെ കണ്ടുപിടിച്ച സ്ഥലം. അപ്പോ പേരിടുന്നത് ഒരു രീതി പറയാം. എലമെന്റ്സ് ആർ നെയിംഡ് ആഫ്റ്റർ പ്ലേസസ്. സ്ഥലങ്ങളുടെ പേരിൽ എലമെന്റ് ഉണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളുടെ പേരിൽ കാലിഫോർണിയ എവിടെയാണെന്ന് അറിയാലോ നമുക്ക്? കാലിഫോർണിയ അമേരിക്കയിലുള്ള സ്ഥലമാണ്. കാലിഫോർണിയം എന്നുള്ളത് ഒരു എലമെന്റ് ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ആവർത്തന പട്ടികയിലുള്ള ഒരു എലമെന്റ് ആണ്, ഒരു മൂലകമാണ് കാലിഫോർണിയം
ഉണ്ട്. മോസ്കോവിയം, മോസ്കോ റഷ്യയിലാണ്. മോസ്കോവിയം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എലമെന്റ് ഉണ്ട്. അപ്പൊ ചില പേരുകള് നമ്മുടെ എലമെന്റിന് പേരിട്ടത് ചില സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് കണ്ടുപിടിച്ചതാവാം, അല്ലെങ്കിൽ അവിടെ ആ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലബോറട്ടറിയിൽ വെച്ചിട്ടായിരിക്കും ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് സ്ഥലത്തിന്റെ പേരിട്ടു. ഇനി രാജ്യങ്ങളുടെ പേരിലുണ്ട് കേട്ടോ. ഫ്രാൻഷ്യം, ജർമേനിയം. ഫ്രാൻഷ്യം പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും ഫ്രാൻസിന്റെ പേരിലിട്ടതാണ്. ജർമേനിയം, ജർമ്മനിയാണ്. ഇങ്ങനെ രാജ്യങ്ങളുടെ പേരില് മൂലകങ്ങളുണ്ട്. ഇന്ത്യയുടെ പേരിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു ഇന്ത്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഇന്ത്യം. പക്ഷെ ഇന്ത്യം ഇന്ത്യയുടെ പേരിലുള്ളതല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇന്ത്യം ഇന്ത്യയുടെ പേരിലുള്ളതല്ല. ഇന്ത്യത്തിന് പേരിട്ടത് ഇൻഡിഗോ നിറമാണ്. ഇൻഡിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുമായിട്ട് കുറച്ച് ബന്ധമുള്ള സാധനമാണ്. നീലം, കർഷകർ, ചമ്പാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിഗോയിൽ നിന്നാണ് ഇന്ത്യം വരുന്നത്. ഇൻഡിഗോയിൽ നിന്നാണ് ഇന്ത്യം എന്ന പേര് വന്നത്. അത് ഇന്ത്യയായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ. ഇനി ഇപ്പൊ സ്ഥലങ്ങളുടെ പേരിലിട്ടു, രാജ്യങ്ങളുടെ പേരിലിട്ടു. കോണ്ടിനെന്റ്സ്, വൻകരകളുടെ പേരില് യൂറോപ്യം, യൂറോപ്പ് ഒരു വൻകരയാണ്. അമേരിക്കം. അപ്പോ യൂറോപ്യം, അമേരിക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൂലകങ്ങൾക്ക് പേരുണ്ട്. അപ്പൊ അങ്ങനെയും പേരിടാം. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് വേറെയുണ്ട് ഓപ്ഷൻ. പ്രോപ്പർട്ടീസിന്റെ പേരില് അവയുടെ സ്വഭാവം. ക്രോമിയം, ക്രോമിയത്തിന് എന്ത് സ്വഭാവത്തിന്റെ പേരില്ല ക്രോമിയം എന്ന് പേരിട്ടെന്ന് അറിയാവോ? നിറം, കളറാണ്. ക്രോമിയത്തിനും ക്ലോറിനും പേരിട്ടത് നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ക്രോമിയത്തിനും ഇതിനും പേരിട്ടത് നിറം, അതായത് കളറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് രണ്ടിനും പേരിട്ടത്. ക്രോമിയവും ക്ലോറിനും പേരിടാൻ ഉപയോഗിച്ച ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി അതിന്റെ നിറമാണ്. അപ്പൊ ഓക്സിജൻ എന്താ പ്രോപ്പർട്ടി? എന്തിനാ ഞാൻ ഇവിടെ ഓക്സിജൻ എഴുതിയേ? ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ആസിഡ് ജനറേറ്റർ എന്നാണ്. ആസിഡ് ജനറേറ്റർ. ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നത് എല്ലാ ആസിഡിലും ഓക്സിജൻ ഉണ്ടെന്നാണ്. അപ്പോ ഓക്സിജൻ എന്നുള്ള പേര് വന്നത് ആസിഡ് ജനറേറ്റർ. ഹൈഡ്രോജൻ, ഹൈഡ്രോ ജനറേറ്റർ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാക്കുന്ന ആള്. വെള്ളം ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ഓക്സിജൻ കൂടിയിട്ടല്ലേ. അപ്പോ ഹൈഡ്രോജൻ എന്ന പേരിടാൻ കാരണം ഹൈഡ്രോ ജനറേറ്റർ ആണ്, വെള്ളം ഉണ്ടാക്കുന്ന ആൾ. അങ്ങനെയാണ് ഹൈഡ്രോജൻ എന്നുള്ള പേര് വന്നത്. മനസ്സിലായല്ലോ? ഇതാണ് രീതി. ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്. ഞാൻ നേരത്തെ ഇന്ത്യ നമ്മൾ പറഞ്ഞു. ഇന്ത്യത്തിന് പേരിട്ടത് ഇൻഡിഗോ, അതിന്റെ കളറുമായി ബന്ധപ്പെട്ടിട്ടാണ്. കളറിന്റെ അടിസ്ഥാനത്തിൽ പേരിട്ടിട്ടുണ്ട്, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇനിയോ സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാരുടെ പേരുണ്ട്. ന്യൂട്ടോണിയം ഉണ്ട്, മെന്റലീവിയം ഉണ്ട്, ബോറിയം ഉണ്ട്, യൂറിയം. അപ്പൊ ന്യൂട്ടൺ നമുക്ക് ആരാന്നറിയാം. ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടക്കിടക്കേ പറയുന്ന പേരാണ് ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൺ. മെന്റലീഫിനെ അറിയാമില്ലേ? എന്തിന്റെ പിതാവാണ് മെന്റലീഫ്? ആവർത്തന പട്ടികയുടെ, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് മെന്റലീഫ്. ഡിമിത്രി ഇവാനോവിച്ച് മെന്റലീഫ്. ബോറിയം, നിങ്ങൾ ആറ്റം മോഡൽ പഠിച്ച സമയത്ത് ബോറിന്റെ ആറ്റം മാതൃക പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു എലമെന്റിന് അയാളെ പേരിട്ടേ പറ്റൂ. അപ്പോ അദ്ദേഹത്തിന്റെ പേരിലും ഒരു എലമെന്റ് നമുക്കുണ്ട്, ബോറിയം. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേരിൽ ഐൻസ്റ്റീനിയം ഉണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേരിൽ ഐൻസ്റ്റീനിയം ഉണ്ട്. മേരി ക്യൂറി, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരേപോലെ രണ്ട് വ്യത്യസ്ത സമയത്ത് രണ്ടിലും നോബൽ പ്രൈസ് കിട്ടിയാണ്. അവരുടെ പേരിൽ ക്യൂറിയം എന്ന് പറഞ്ഞിട്ടൊരു മൂലകമുണ്ട്. ഇത് പറയുമ്പോ ഒരു സാധനം ഇമ്പോർട്ടന്റ് ആണ്, ആർക്കെങ്കിലും അറിയെങ്കിലും പറയാ. ഒരു എലമെന്റ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ ഉള്ള ഒരു എലമെന്റ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ?
ഈ സയന്റിസ്റ്റ്, അതായത് ഈ എലമെന്റിന്റെ പേര് ഇട്ടത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ആ എലമെന്റിനുള്ളത്. അത് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ബാക്കി ആരും ഇല്ല. അറിയാമോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? 118ാമത്തെ മൂലകാണ്. ഓർത്തു വെക്കണേ, വല്ല ക്യൂസ് മത്സരത്തിനൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാം. 118ാമത്തെ മൂലകം ഓഗ്നസോൺ, OG എന്നാണ് അതിന്റെ സിമ്പല്, പ്രതീകം. ഇനി ഇതിന്റെ ആളെ പേര് യുറി ഓഗ്നസോൺ എന്നാണ്. യുറി ഓഗ്നസോൺ, യുറി ഓഗ്നസോൺ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണുള്ളത്, യുറി ഓഗ്നസോൺ എന്നാണ് പേര്. ഒരു ജാപ്പനീസ് സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് 118ാമത്തെ മൂലകത്തിന് പേരിട്ടിട്ടുള്ളത്. അദ്ദേഹം മാത്രമാണ് സ്വന്തം പേരില് ഒരു മൂലകം പീരിയോഡിക് ടേബിളിലുള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ്, യുറി ഓഗ്നസോൺ. 118ാമത്തെ മൂലകം. ചില പ്ലാനറ്റിന്റെ പേരിലിട്ടിട്ടുണ്ട്. പ്ലാനറ്റ്, ഗ്രഹങ്ങളുടെ പേരിൽ മെർക്കുറി, യുറേനിയം, നെപ്റ്റൂണിയം, പ്ലൂട്ടോണിയം. ഇതൊക്കെ ഏതിന്റെ? പാവം പ്ലൂട്ടോണിയം. പ്ലൂട്ടോണിയം പേരിടുന്ന കാലത്ത് പ്ലൂട്ടോ ഒരു ഗ്രഹമായിരുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത കാലത്തായിട്ട് പ്ലൂട്ടോയെ നമ്മൾ ആ ഗ്രഹത്തിൽ പെടുത്തിയിട്ടില്ല, ഒഴിവാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ ആളാന്ന് പറഞ്ഞിട്ട് പ്ലൂട്ടോയെ നമ്മൾ അടുത്ത കാലത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ പ്ലൂട്ടോണിയം എന്നുള്ള പേരുണ്ട്, നെപ്റ്റ്യൂണിയം ഉണ്ട്, യുറേനിയം ഉണ്ട്, മെർക്കുറി ഉണ്ട്. ഇതൊക്കെ നമ്മള് പ്ലാനറ്റ്സിന്റെ പേരിലിട്ടതാണ്. ഇനി പ്ലാനറ്റിന്റെ പേരിലല്ലാതെ സാറ്റലൈറ്റ്സിന്റെ പേരിലുണ്ട്. സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹങ്ങള്. സെലീനിയം എന്തിന്റെ ഉപഗ്രഹം? ടൈറ്റൻ നിങ്ങൾക്ക് അറിയാം. ടൈറ്റൻ ആരുടെ ഉപഗ്രഹമാണ്? ടൈറ്റൻ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ടൈറ്റൻ ഏതിന്റെ ഉപഗ്രഹമാണെന്ന്? അയ്യാ, ഋഗ്വേദ്, യു ആർ റൈറ്റ്. സാറ്റേൺ, ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റാനിയം. ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ ആണ്. അപ്പൊ അതിന്റെ ഉപഗ്രഹമായ ടൈറ്റന്റെ പേരിൽ ടൈറ്റാനിയം. സെലിനിയം കേട്ടിട്ടുണ്ടോ? സെലിനിയം അങ്ങനെ ഒരു സാധനം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. നമുക്കറിയാവുന്ന സാധനമാണ് സെലിനിയം. എന്തിന്റെ പേരിലാണ് സെലിനിയം ഇട്ടതെന്ന് നമുക്ക് എന്തായാലും അറിയുന്ന കാര്യമാണ്. സെലിനിയം എന്തിന്റെ പേരിലാണ്? സെലിനിയം ആരുടെ പേരിലാണ്? സെലിനിയം നമ്മൾ സ്ഥിരം കാണുന്ന ആളാണ്. ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങി മുകളിലോട്ട് നോക്കിയാൽ ചിലപ്പോൾ സെലിനിയത്തിന് കാരണമായ സാറ്റലൈറ്റ് അവിടെ ഉണ്ടാവും. ഗസ് ചെയ്യാൻ പറ്റുവാനാണ്? ഗസ് ചെയ്യാൻ പറ്റും? വെറുതെ ഒന്നൊന്ന് പറ, ശരിയാന്ന് നോക്കാലോ. ചന്ദ്രനാ? നക്ഷത്രം. നമ്മൾ ഒക്കെ ആലോചിക്കും, ചന്ദ്രൻ, മൂൺ, അയ്യോ ഒന്നും ശരിയാവുന്നില്ല. ഭാഷ നമ്മുടെതല്ല, ഗ്രീക്കാണ്. ഗ്രീക്ക് ഭാഷയില് ചന്ദ്രന് സെലീന എന്നാണ് പറയാ. അപ്പൊ അങ്ങനെയാണ് സെലിനിയം വന്നത്. സോ സെലിനിയം എന്ന് പറയുന്ന സാധനം പേരിട്ടിരിക്കുന്നത്, സെലിനിയത്തിന്റെ പേര് വരുന്നത്, സെലിനിയം ഈസ് നെയ്മഡ് ആഫ്റ്റർ മൂൺ. സെലിനിയം എന്ന് പറയുന്ന പേര് മൂൺ എന്നാണ് ഇട്ടത്. സെലിനിയം വരുന്നത് മൂണിൽ നിന്നാണ്. മൂൺ. ചന്ദ്രന്റെ പേരിൽ സെലിനിയം വന്നത്. അത് ഇനി മറന്നുപോലല്ലോ. വിച്ച് എലമെന്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ മൂൺ എന്ന് എവിടെയെങ്കിലും ചോദിച്ചാല്, ചിലപ്പോൾ നിങ്ങളൊരു ക്യൂസ് മത്സരം എന്തെങ്കിലും പങ്കെടുക്കുമ്പോ വിച്ച് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് നെയ്മഡ് ആഫ്റ്റർ മൂൺ എന്ന് ചോദിച്ചാല് ആ മൂൺ എന്ന് ആലോചിച്ചാൽ എവിടെയും കിട്ടില്ല. സെലിനിയം എന്ന് തന്നെ ആലോചിക്കണം. അത് സെലിനിയമാണ്. സെലിനിയം നമ്മുടെ ചന്ദ്രന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ്. ചന്ദ്രന്റെ പേരിലിട്ട. ടൈറ്റാനിയം പറഞ്ഞു. സാറ്റേൺ, ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റാനിയത്തെ ഭൂമിയുടെ അപരൻ എന്ന് വിളിക്കുന്ന ഒരു സാധനമാണ്. കാരണം ഭൂമിയെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് സാധനമാണ് ടൈറ്റൻ. ഭൂമിയുടെ അപരൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് നമുക്ക് വന്ന വഴി. ഏത് പേര് വന്ന വഴി. ഇത് കഴിഞ്ഞാൽ സിംബൽസ് എളുപ്പമാണേ. സിംബൽസ് നമുക്ക് അറിയാം. പേരിന്റെ ആദ്യത്തെ അക്ഷരം അല്ലെ? ഇതാ ഇവിടെ കുറച്ച് ഉദാഹരണം കൊടുക്കുന്നു. ഫ്ലൂറിൻ എഴുതുക FLU, എഫ്. ഓക്സിജൻ OXYGN, ഓക്സിജൻ O. ഹൈഡ്രജൻ
ഹൈഡ്രജന്റെ ആദ്യത്തെ അക്ഷരം H ആണ്. ഫോസ്ഫറസ് P ആണ്. അതൊക്കെ പേരെന്താണോ അതിന്റെ ആദ്യത്തെ അക്ഷരം. വലിയ പണിയൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് സിമ്പിൾ ഇടും. പ്രതീകങ്ങൾ. ചില സമയത്ത് സാധനം മാറി വരുന്നുണ്ട്. ഇത് ഏത് എലമെന്റ് K എന്ന് പറയുന്നത്? പൊട്ടാസ്യം അല്ലെ? പൊട്ടാസ്യത്തിന്റെ പേരെങ്ങനെയാണോ K വന്നേ, അത് ലാറ്റിൻ ഭാഷയില് കാലിയം എന്നാണ് പേര്. കാലിയം എന്നുള്ളതുകൊണ്ടാണ് K കൊടുത്തത്. W ആരാന്നറിയോ? സർ ടങ്സ്റ്റൺ. റൈറ്റ്. ടങ്സ്റ്റൺ ശരിക്ക് ഭാഷ മാറി. ആ ലാംഗ്വേജില് വുൾഫ്രം എന്നാണ് അതിന്റെ പേര്. ഈ വുൾഫ്രം എന്നുള്ള പേരാണ് W വന്നത്. മറ്റേതോ ഒരു ഭാഷയിലെ, അതും ഫസ്റ്റ് ലെറ്റർ തന്നെയാണ്, ലെറ്റർ മാറ്റില്ല. ഞാൻ പറഞ്ഞത് ചില സമയത്ത് ഫസ്റ്റ് ലെറ്റർ ആണ് ഉപയോഗിക്കുക. ഒന്നുകിൽ ഇംഗ്ലീഷ് പേരിലുള്ള ഫസ്റ്റ് ലെറ്റർ, അല്ലെങ്കിൽ അത് ഏത് ഭാഷയിലാണോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ. പൊട്ടാസ്യം കാലിയം ആവുന്നു, ടങ്സ്റ്റൺ വുൾഫ്രം ആവുന്നു, ഫസ്റ്റ് ലെറ്റർ വരുന്നു. ഇനി ഫസ്റ്റ് 2 ലെറ്റേഴ്സ് എന്തായിരുന്നു? അലൂമിനിയം. നമ്മൾ അലൂമിനിയം എന്ന് പറയുമ്പോൾ ALU തന്നെ എഴുതും. കാൽഷ്യം CAL. പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് നെയിം ഇൻ അതർ ലാംഗ്വേജ് F. അയേൺ ആണ്. അയേൺ വന്ന സമയത്ത് അയേണിന് ഫെറം എന്നാണ് പേര്. അപ്പൊ ഫെറം വന്നപ്പോ അതിന്റെ FE എടുത്തു. മനസ്സിലായല്ലോ? ആദ്യത്തെ 2 അക്ഷരം. അതുപോലെ കോപ്പറിന് കുപ്രം എന്നാണ് വരുന്നത്. സൈപ്രസിൽ നിന്നാണ് പേരിട്ടത്. കുപ്രമാണ്. സൈപ്രസ് ഒരു സ്ഥലമാണ്. ഇത് അപ്പുറത്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്ന സാധനം പഠിക്കാവുന്നതുകൊണ്ടാണ് അത് എഴുതിയത്. കുപ്രം. CU. ആദ്യത്തെ 2 അക്ഷരം മറ്റേതോ ഭാഷയിലുള്ള പേരിന്റെ 2 അക്ഷരം. ചില സമയത്ത് വേറെ രീതിയുണ്ട്. അതായത് 2 അക്ഷരം കൊടുക്കും, പക്ഷെ അത് ആദ്യത്തെ 2 അക്ഷരമായിരിക്കില്ല. ഇവിടെ ആ സ്ട്രോൺഷ്യമാണ് SR. സ്ട്രോൺഷ്യമാണ്. സ്ട്രോൺഷ്യം എന്ന് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ അക്ഷരം മനസ്സിലാവും. സ്ട്രോൺഷ്യം STRONTIUM. സ്ട്രോൺഷ്യത്തിന്റെ ആദ്യത്തെ 2 അക്ഷരം ST ആണ്. പക്ഷെ സിമ്പൽ ST അല്ല, SR ആണ്. എസും വേറൊരു ലെറ്ററും. മഗ്നീഷ്യം എന്ന് നമ്മൾ എഴുതുമ്പോ എങ്ങനെയാ എഴുതുക? MAGNINESIUM ആണ് മഗ്നീഷ്യം. MA അല്ലല്ലോ കൊടുത്തിട്ടുള്ളത്, MG അല്ലേ? MG ആണ്. അത് ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം അല്ല. അതുപോലെ ഇതാ PB ആരാണെന്നറിയോ? എലമെന്റ് ലെഡിന് നമ്മള് പ്ലംബം എന്നാണ് പറയാ. പക്ഷെ പ്ലംബത്തിന് PL അല്ല സിമ്പിൾ കൊടുത്തത്. എന്താണ് കൊടുത്തത്? PB ആണ്. SN ടിന്നാണ്. ടിന്ന്. സ്റ്റാനസ് ക്ലോറൈഡ് എന്നാണ് വരിക. അതിന്റെ ആദ്യത്തെ 2 അക്ഷരം അല്ല, ST അല്ല കൊടുത്തത്, SN ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് പേര് വരുന്നതെന്ന് പഠിക്കുക. ഇതെല്ലാം നമ്മൾ വൈഹാട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ് നമുക്ക് പീരിയോഡ് ടേബിളിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാ ഈ പേര് വന്നേ. എന്താണ് നമുക്കിപ്പോ പൊട്ടാസ് എന്ന് പറയുന്നു, K എന്ന് എഴുതുന്നു. കാലിയം എന്നാണ് എഴുതുന്നത്. അപ്പോ എന്തിനാണ് അങ്ങനെ മാറ്റി എഴുതുന്നത്? അത് വേറൊരു ഭാഷയിലുള്ള പേരാണ്. ആ പേരാണ് ഇപ്പൊ സോഡിയം. എന്താ സോഡിയത്തിന്റെ സിമ്പല്? എവിടുന്നാ വന്നേ സോഡിയം? സോഡിയത്തിന് എങ്ങനെയാണ് NA വന്നത്? സോഡിയം നാട്രിയമാണ്. ലാറ്റിൻ ഭാഷയിൽ നാട്രിയമാണ്. നാട്രിയത്തിൽ ആദ്യത്തെ 2 അക്ഷരമാണ് NA. നാട്രിയം എന്നാണ് വന്നത്. അപ്പൊ ഇങ്ങനെ ഒന്നുകിൽ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ ആദ്യത്തെ 2 അക്ഷരം അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷരം അതിൽ തന്നെയുള്ള കുറച്ച് പ്രോമിനന്റ് ആയ വേറൊരു അക്ഷരം. റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം. ഒരേ പേര് 2 ആൾക്ക് വരരുത്, അല്ലെങ്കിൽ 2 ആൾക്ക് ഒരേ പേര് വരരുത്. അപ്പോ ഒഴിവാക്കിയിട്ട് പുതിയ പേരുകൾ. ഓക്കെ, ഇനി നമുക്ക് ആറ്റവും മോളിക്യൂളാണ്. ഇനി അത്രയേ ഉള്ളൂ, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ.
ആറ്റം സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. എലമെന്റിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് ആറ്റം. ആറ്റത്തിനെ പിന്നീട് മുറിച്ചാല് അതിന് എല്ലാ സ്വഭാവവും ഉണ്ടാവില്ല. പിന്നീട് അതിൻ്റെ അകത്തെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലത്തെ കണികകൾ മാത്രമേ കിട്ടുള്ളൂ. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് മാത്രമേ കിട്ടുള്ളൂ. അതിന് ഈ ആറ്റത്തിന്റെ സ്വഭാവം ഉണ്ടാവില്ല. ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെന്റ്. ക്ലിയർ ആയല്ലോ? ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലേ. അറ്റോമിക് തിയറി, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഡാൽട്ടന്റെ ആറ്റം സിദ്ധാന്തം മുമ്പ് പഠിച്ചാണ്. കുറച്ചുകൂടെ ടോപ്പിക് വെച്ചിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡാൽട്ടൻ ആറ്റം സിദ്ധാന്തം നമ്മൾ ഒന്നുകൂടെ പഠിക്കും. ഇനി മോളിക്യൂൾ, തന്മാത്രയാകുമ്പോൾ ഒരു കോമ്പൗണ്ട് ആയി. മോളിക്യൂൾസ് ആർ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. അത് കോമ്പൗണ്ടിന്റെ ഒരു സംയുക്തത്തിന്റെ തന്മാത്രയാവാം, ഇനി ചിലപ്പോൾ മൂലകത്തിന്റെ തന്മാത്രയാവാം. പക്ഷെ മോളിക്യൂളിന് ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അതിന് സ്വന്തമായിട്ട് എവിടെ നിൽക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉദാഹരണം എഴുതി കഴിഞ്ഞാല് O എന്ന് പറയുന്ന ഒരു ആറ്റാണ് ഇല്ലേ? O2 ഒരു മോളിക്യൂൾ അല്ലേ? ഹൈഡ്രജൻ ഒരു ആറ്റാണ്. H2 ഒരു തന്മാത്രയായില്ലേ? ഇതല്ലേ വ്യത്യാസം? ഇതിന് സിംഗിൾ, ഇതൊരു ആറ്റാണ്. ഈ ആറ്റത്തിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് അതെന്തായി? ഒരു തന്മാത്രയായിട്ട് മാറി. ഓക്സിജൻ O2, H2. ഇനി നമുക്ക് എഴുതാം. ഇതാണ് ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിച്ചതാണ് മോണോ അറ്റോമിക്. എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതാം. മോണോ അറ്റോമിക്കിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. മോണോ അറ്റോമിക്കിന് ഒരു മോളിക്യൂളിൽ ഒരാറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. പൊട്ടാസ്യം. ഓക്കെ. നിയോൺ ആയാലും മതി, ഹീലിയം ആയാലും അതും മതി. ഇതൊക്കെ എക്സാമ്പിൾസ് അല്ലേ? പൊട്ടാസ്യം, നിയോൺ, ഹീലിയം, ആർഗൺ. സെയിം വിച്ച്. അപ്പോ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. മോണോ അറ്റോമിക്. മോണോ അറ്റോമിക് കഴിഞ്ഞാല് അതായത് നമ്മൾ ഏകറ്റോമിക തന്മാത്ര എന്ന് വിളിച്ച സാധനം ഏകറ്റോമിക തന്മാത്ര. അത് കഴിഞ്ഞാലോ ഡയറ്റോമിക്. ഡയറ്റോമിക്കിന്റെ എക്സാമ്പിൾ ഇതാ. ദ്വയറ്റോമിക തന്മാത്ര എക്സാമ്പിൾ പറഞ്ഞിട്ട് വരട്ടെ. N2, F2, Cl2. ഓടി വരട്ടെ, മതി. ഇനിയും കുറേ നമുക്ക് പിന്നെ എന്താണ് ഇനി എഴുതാം. നൈട്രജൻ കഴിഞ്ഞു, ഓക്സിജൻ കഴിഞ്ഞു, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതൊക്കെ ഡയറ്റോമിക്. ഇനി പോളി അറ്റോമിക്. അത് രക്ഷപ്പെട്ടു. ഡയറ്റോമിക് കഴിഞ്ഞാൽ പിന്നെ ട്രൈ, ടെട്ര, പെന്റ, ഹെക്സ അങ്ങനെ പറയുന്നില്ല. പോളി അറ്റോമിക്. ബഹു അറ്റോമിക തന്മാത്ര എന്ന് മലയാളത്തിൽ പഠിച്ച സാധനം. ബഹു അറ്റോമിക തന്മാത്ര. ഫോസ്ഫറസ് എക്സാമ്പിൾ ആണ് P4. സൾഫർ എക്സാമ്പിൾ ആണ്. സൾഫർ S6 അല്ലെങ്കിൽ S8 ആയിട്ടിരിക്കും. ഇതൊക്കെ പോളി അറ്റോമിക് ആണ്. അപ്പോ മോണോ അറ്റോമിക്, ഡയറ്റോമിക്, പോളി അറ്റോമിക്, ഏകറ്റോമികം, ദ്വയറ്റോമികം, ബഹു അറ്റോമികം എന്ന് പഠിച്ച സാധനം. കുറച്ച് ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാവും. നമുക്കിത് എവിടെയാ വരിക? നമുക്കിത് വരിക ഇങ്ങനെയല്ല. നമുക്ക് ഇതിന്റെ എല്ലാറ്റിന്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് മോണോ അറ്റോമിക്കിനെ കുറിച്ച് വലുതായിട്ടുണ്ടാവില്ല. ഡയറ്റോമിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓക്സിജന്റെ ഇടയിലുള്ള ബോണ്ടിങ്, അത് സിംഗിൾ ബോണ്ട് ആണോ, ഏകബന്ധനാണോ, ദ്വിബന്ധനാണോ, ത്രിബന്ധനാണോ? ഏകബന്ധനം, ദ്വിബന്ധനം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എത്ര ജോഡി ഇലക്ട്രോണുകൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് രാസബന്ധനവും തന്മാത്രകളുടെ ഘടനയും എന്നൊരു ചാപ്റ്റർ പഠിക്കേണ്ടത്, 4ാമത്തെ. അതിൽ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. നമ്മൾ പഠിച്ച സാധനം തന്നെ, കുറച്ചുകൂടെ കൂടുതൽ പഠിക്കുന്നുണ്ട്. നല്ല രസമാണ്. കുറച്ച് ചിത്രങ്ങളൊക്കെ ആയിട്ട് വരും. അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകും. ഇപ്പൊ കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞു. ഒന്നിൽ കൂടുതൽ, നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഒന്നിൽ കൂടുതൽ എലമെന്റ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ ആണ്. ഏറ്റവും ഇഷ്ടമുള്ള 3 എക്സാമ്പിൾ ആണ്. കാരണം ഞാൻ പറഞ്ഞു വെള്ളമില്ലാതെ നമ്മളില്ല,
അമോണിയ ഇല്ലാതെയും ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മളില്ല. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാധനം. മൂന്നിനെ എപ്പോഴും ഓർമ്മിച്ചിരിക്കും. കോമ്പൗണ്ട്സ്, സംയുക്തങ്ങൾ, രണ്ടോ അതിൽ കൂടുതലോ, ഏറ്റവും കുറഞ്ഞ ഒന്നോ അതിൽ കൂടുതലോ മൂലകങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്ന വസ്തു. മനസ്സിലായല്ലോ? ഇതൊക്കെ നമ്മുടെ ഓർമ്മയൊന്ന് പുതുക്കുന്നതാണ്, പുതിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്ന. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ വർഷം ഞാൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഘടന പഠിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൽ എങ്ങനെയാണ് കാർബൺ ഓക്സൈഡ് കൂടി ചേരുന്നത്, എന്താണ് അതിന്റെ സ്ട്രക്ചർ, എന്താണ് അതിന്റെ രൂപം, എന്താണ് അതിന്റെ സ്വഭാവം, അതുപോലെ ജലത്തിന്റെ സ്വഭാവം എന്താണ്, ജലം എങ്ങനെയാണ് സാർവിക ലായകമാകുന്നത്, ജലത്തിന്റെ ഘടന എന്താണ്, അമോണിയയുടെ രൂപം എന്താണ്, അമോണിയയും ജലവുമായിട്ട് കൂടിച്ചേരുവോ, എന്തുകൊണ്ടാണ് അമോണിയ ജലത്തിൽ ലയിക്കുന്നത്, കാരണം എന്താണ്? അമോണിയയുടെ ജലത്തിലെ ലയത്വം നമ്മൾ പഠിച്ചാണ് 10ാം ക്ലാസ്. ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഫൗണ്ടൻ എക്സ്പെരിമെന്റ് ഒക്കെ പഠിച്ചു ഇല്ലേ? ഫിനോഫ്തലീൻ ലായനിയൊക്കെ വെച്ചിട്ട് ഫൗണ്ടൻ എക്സ്പെരിമെന്റ്, ഒരു തിരിച്ചു വെച്ച പിന്നെ എന്താണ് ഒരു ഫ്ലാസ്ക് ഒക്കെ, റൗണ്ട് RB ഫ്ലാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചാ ഓക്കെ, അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇനി ഓക്കെ, നമ്മുടെ സമയം ഓക്കെ, ഞാൻ നമുക്ക് ഇതും കൂടെ പറഞ്ഞിട്ട് ഇവിടെ തൽക്കാലത്തേക്ക് ജസ്റ്റ് നിർത്താം. കെമിക്കൽ റിയാക്ഷൻസ് ആണ്. റിയാക്ടന്റ്, പ്രൊഡക്റ്റ്, അഭികാരങ്ങൾ, ഉൽപ്പന്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും പഠിച്ചിട്ടുണ്ട്. അഭികാരങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരിലെ അഭികാരങ്ങൾ എന്ന് വിളിക്കുക. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളാണ്, പ്രവർത്തനം കഴിഞ്ഞ അവസാനം കിട്ടുന്നത്. എന്റെ ഒരു ഉദാഹരണം വരുന്നു, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും കിട്ടുന്നു. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ആരൊക്കെയാണ് അഭികാരങ്ങള്? സിങ്കും HCl ആണ് അഭികാരങ്ങള്, റിയാക്ടൻസ്. പ്രൊഡക്റ്റ് അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാർ. റിയാക്ടന്റ് ഒരു സൈഡില്, പ്രൊഡക്റ്റ് വേറൊരു സൈഡില്. അപ്പോ ഒരു രാസപ്രവർത്തനത്തില് റിയാക്ടന്റും ഉണ്ട്, പ്രൊഡക്റ്റും ഉണ്ട്, അഭികാരങ്ങളുണ്ട്, ഉൽപ്പന്നങ്ങളുണ്ട്. ഓക്കെ.